ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-2-3 വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. മേഘത്തിന് കീഴിലായിരുന്നു. സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അടുത്ത എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഒരേ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചവർ 430 സംവത്സരം ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ നിക്ഷേപമായി കണ്ട ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഒരേ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ലക്ഷ്യത്തിലേക്ക് പാട്ടുപാടി സന്തോഷത്തോടെ മിരിയാം തപ്പക്കെടുത്ത് നൃത്തം ചെയ്യുന്നൊക്കെയല്ലേ പറയുന്നേ. അങ്ങനെ യാത്ര ചെയ്ത് വന്ന ജനം എന്ത് സംഭവിച്ചു? അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. പുറപ്പാട് നല്ലതായിരുന്നു, യാത്രയൊക്കെ സന്തോഷമായിരുന്നു, മന്ന കിട്ടി അല്ലേ, വിശപ്പിന് മന്ന കിട്ടി, ഇറച്ചി കിട്ടി, വെള്ളം കിട്ടി, ഉടുക്കാൻ വസ്ത്രം കൊടുത്തു, വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. എനിക്ക് അവിടെ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു വാക്യം എന്നെ സന്തോഷിപ്പിച്ചത്, ഒരു ബലഹീനനും അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. നമുക്ക് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, വല്ലാത്ത പ്രശ്നത്തിലാണ്. ഈ സ്വർഗീയ മന്ന തിന്നവർക്ക്, സ്വർഗീയ ഭക്ഷണം തിന്നവർക്ക് എന്തില്ല? ഒരു ബലഹീനതയുമില്ലായിരുന്നു. നല്ല കരുത്തന്മാരായി, ശക്തന്മാരായി ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വന്നിട്ട് ലക്ഷ്യസ്ഥാനത്തെത്താതെ അവരിൽ മിക്കപേരും പറ്റുപോയി എന്നുള്ളത് നമ്മൾ എടുക്കണം. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, പാട്ടൊക്കെ പാടി സന്തോഷിച്ച് ആരാധിച്ച് സാക്ഷിയൊക്കെ പറഞ്ഞ് പ്രബോധനമൊക്കെ പറഞ്ഞ് ഞാൻ ഈ കിടന്ന് പ്രസംഗിക്കാറ് പ്രസംഗിയൊക്കെ നല്ലതാണ്. പക്ഷേ തട്ടിപ്പോകും. ഈ ദൂതാണ് ആർക്കും വേണ്ടാത്തത്. ഇത് പറയാനാണ് എനിക്ക് നിയോഗം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താ ലക്ഷ്യം? ദൈവരാജ്യത്ത് പോണം, സ്വർഗരാജ്യത്ത് പോണം. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ മരിച്ചുപോയ ഡിമ്മതൊരു ശബ്ദത്തോടെ ഉയർത്തെഴുന്നേൽക്കണം. ഞാൻ ജീവനോടിരുന്നാൽ എനിക്ക് രൂപാന്തര ശരീരം കിട്ടണം. ഇത് രണ്ടുമില്ലെങ്കിൽ സാമ്പാസ് കിടന്ന് പ്രസംഗിച്ചുകൊണ്ട് സാമ്പാസിന് എന്ത് ഗുണം? എന്റെ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചു. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഞാനൊരു ദൈവപൈതലായി ജീവിക്കുന്നതും കർത്താവേ അങ്ങയുടെ വരവിൽ ഞാൻ തള്ളപ്പെട്ടു പോകാനാണോ അതോ അങ്ങയുടെ രാജ്യത്തിലേക്ക് എടുക്കപ്പെടാൻ? ഇന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, ആർക്കുമില്ല. സ്വർഗത്ത് പോകണമെന്നൊരു ചിന്ത ആർക്കുമില്ല. ഞായറാഴ്ച ആകുമ്പോൾ സഭയത്തിൽ പോകണം, അവിടെ ചില സാക്ഷി പറയണം, പ്രാർത്ഥിക്കണം, പാടണം, പ്രസംഗിക്കണം. അത് എല്ലാം നല്ലതാ. ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച ദേവദാസിന് അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണെന്നറിയോ? മരിക്കാൻ 94 വയസ്സുണ്ട്. ആ 94 വയസ്സിൽ 1 മാസം ഒറ്റയാണ് ഒന്ന് കിടന്നത്. അതുവരെയും പുള്ളി വെച്ച കറിയും പുള്ളിയുടെ രീതികളൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടത്. എവിടെ നിന്ന് കിട്ടി ഈ ആരോഗ്യം? എവിടെ നിന്ന് കിട്ടി ഈ ബലം? എവിടെ നിന്ന് കിട്ടി ഈ അനുഭവങ്ങളൊക്കെ? വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചപ്പോൾ ദൈവം ആ മനുഷ്യർക്ക് കൊടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ അവസാനത്തൊരു ദൂത് ഇതാണ്: നാം മരിക്കുന്നതിന് മുൻപ് നാം എങ്ങോട്ട് പോകുന്നു എന്ന് തിട്ടപ്പെടുത്തണം. ഒരു സംശയമില്ല, എന്റെ ജീവൻ എന്നിൽ നഷ്ടമായാൽ ഞാൻ നിത്യതയിൽ വിശുദ്ധന്മാരുടെ സംഭവം ചെയ്യും. നമ്മൾ ഈ RIP എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിൽ നിദ്ര കൊള്ളുന്നു. ഈ സമാധാനം, സമാധാനത്തിൽ. അപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് കർത്താവിന്റെ വരവുവരെ സമാധാനത്തിൽ നിദ്ര കൊള്ളണം. ആ സമയത്ത് നമ്മൾ രക്ഷിക്കപ്പെടാത്തവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എവിടെയാ പോകുന്നത്? പറഞ്ഞോ, അറിയാം, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ല, കർത്താവ് പഠിപ്പിച്ചില്ലേ ധനവാനൊക്കെ പോയ സ്ഥലത്തേക്ക് വെള്ളം പോലും കിട്ടാത്ത, ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്ത, ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ലെന്ന് അവിടെ. ആ മനുഷ്യൻ കിടന്ന് വിളിച്ചത് എങ്ങനെയായിരുന്നു? വിളി ഒന്നെടുത്ത് വായിച്ചു കൊടുത്തേ ആരെങ്കിലും. ആ ഭാഗത്ത് വായിച്ചു കൊടുത്തേ. ലൂക്കോസ് 16
ഇതൊക്കെ നമ്മളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാ. കുറച്ച് കാര്യങ്ങളാണെങ്കിലും അറിഞ്ഞിരിക്കുന്നത്, വ്യവസ്ഥയോടെ അറിഞ്ഞു പോകുന്നത് വളരെ നല്ലതാണ്. ലൂക്കോസ് 16. ആ മനുഷ്യനൊരു വിളി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, അബ്രഹാം പിതാവേ. അപ്പൊ വിളിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യനൊരു കാര്യവിചാരകനുണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക അല്ല 16-ന്റെ 19 വാക്യം മുതൽ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമർ വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള മനുഷ്യൻ വിളം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണിപ്പിക്കേണ്ടതിന് അവനെ ഒന്ന് അയക്കണം. ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ലേ പാസ്റ്റർ? രക്ഷിക്കപ്പെടാത്തവൻ എങ്ങോട്ടാ പോകും? ഇന്ന് രാവിലെ എന്റെ ഹൃദയത്തിൽ കർത്താവ് ചിന്തന്നു, രക്ഷിക്കപ്പെടാത്തവൻ എങ്ങോട്ടാ പോകുന്നത്? രക്ഷിക്കപ്പെട്ടവൻ ദൈവവചന വ്യവസ്ഥ പാലിക്കാതെ ജീവിച്ചാൽ അവൻ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? അതോ വരണ്ടു പോയോ? പേടിക്കണം, മരുന്നിനുമ്പോ പേടിക്കണം. യെസ്, എന്നോട് പലരും പറയാറുണ്ട്, പാസ് വായനം പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ്. പേടിക്കണ്ടേ? ദൈവഭയം ഉണ്ടാവണം നമുക്ക്. അബ്രഹാം യാഗം കഴിച്ചപ്പോൾ സ്വന്തം മോനെ കൊണ്ടുവന്ന് 75 വയസ്സിൽ വരെ സ്വന്തം വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി, വാഗ്ദത്ത 75 വയസ്സിൽ കിട്ടി. 100 വയസ്സിൽ വാഗ്ദത്ത നിവൃത്തി സംഭവിച്ചു. 25 വർഷം ആ മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി. ആ ഉണ്ടായ കുഞ്ഞ് 33 വയസ്സായ ദൈവം പറയാ കൊണ്ടുപോയി കണ്ടിക്കാൻ മോറിയാമലയിൽ. കേട്ട മാത്രയിൽ എന്നെയും നിങ്ങളെയും പോലെയല്ല, കാട്ടുപിട്ടിന്ന് ഭാര്യയോട് പോലും പറയാതെ ചെറുക്കനെയും കൂട്ടി പരിവാരങ്ങളുമായിട്ട് പുള്ളി പോയി. അവിടെ ചെന്ന് സംഗതി എല്ലാം റെഡിയാക്കി, ആകെ റെഡിയാക്കി, കൊച്ചിനെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി. അപ്പോഴും ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്, 33 വയസ്സായവന് ഒരുത്തം പിടിച്ചു കെട്ടിയ ഇന്നത്തെ 33 വയസ്സായനാണെങ്കിൽ അപ്പന്റെ തലയെ കൊണ്ടേ പോകുള്ളൂ. അനുസരണമുള്ള പയ്യനായിരുന്നു, ദൈവ ഭയമുള്ള പയ്യനായിരുന്നു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ അവനും ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. നമ്മുടെ തലമുറകളും ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ പ്രാർത്ഥിച്ചോണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ സന്തതികളെ ചൊല്ലി കരവരെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് കിടത്തി കത്തിയെടുത്ത് വെട്ടാൻ നേരത്തെ എന്താ പറയുന്നത്? അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ പേര്. ദൈവം പേടിച്ച സമയം എന്നൊക്കെയാ ഓരോരുത്തർ പറയുന്നത്. എന്തു ആകട്ടെ, എന്നിട്ട് ദൈവം അവനോട് പറയുന്ന അടുത്ത വാക്കാണ്, നീ നിന്റെ ഏകജാതനായ മകനെ തരികാൻ മണിക്കായി കൊണ്ട് അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദൂതാണത് ദൈവ ഭയമുള്ളവനായി. നമുക്ക് പ്രസംഗിക്കാനെന്ന് പറയണമെന്നില്ല, നമുക്ക് വലിയ കഴിവുകളൊന്നും വേണമെന്നില്ല. ദൈവ ഭയമുണ്ടായിരുന്നു. വചനത്തെ ഭയപ്പെട്ടാൽ മതി, ദൈവ കൽപ്പനകൾ അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നമ്മൾ നശിച്ചു പോകും. അടുത്ത വാക്യത്തിലേക്ക് വരാം. അമ്മമ്മയെ വായിച്ചു നിർത്തിയത്, അടുത്ത വാക്യത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനം, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നവരാണോ? അല്ല, അല്ലേ? പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ ഏറ്റവും അധികം. അടുത്ത 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും. ഈ ലാഭമായിരുന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാ? ഈ പറഞ്ഞ പദവികളാണ്.
ഈ പദവികളാ 7 കൂട്ടം പദവി. നിങ്ങൾ ഈ ടി വിയിലെ കണ്ടാണില്ലേ, യഹൂദ റബ്ബി വരാൻ നേരത്ത് മറ്റവരൊക്കെ എന്ത് ചെയ്യും? മാറി കൊടുക്കും. താടിയൊക്കെ വളർത്തി ഒരു യഹൂദ റബ്ബി അല്ലെങ്കിൽ ഒരു വലിയ പുരോഹിതൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു പരീശൻ വരുമ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കും, ഭയപ്പെട്ട് മാറി നിൽക്കും. ശരിക്കും പറഞ്ഞ ഒരു ജഡ്ജിന്റെ വിലയുണ്ട് അതിന്. പരീശന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുത്തനെ അവരുടെ ഭരണഘടന അനുസരിച്ച് കൊല്ലാനായിട്ട് അവർക്ക് അനുവാദമുണ്ട്. ഹല്ലേലൂയ. കാരണം പ്രബലപ്പെട്ട് നിൽക്കുന്ന യഹൂദ മതം അങ്ങനെയായിരുന്നു അതിനെ കൊടുത്തിരുന്നത്. ആ മതസംഹിതകളെയും അതിൻ്റെ തത്വങ്ങളും വളരെ അധികാരമുള്ളതായിരുന്നു. അതൊക്കെ പൗലോസ് ആയിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയായിട്ട് ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുൽക്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അന്യത അനുസരിക്കുന്നതിൽ ആരും തന്നെ നിന്ദിക്കത്തില്ല, പക്കയായിട്ട് ചെയ്തുകൊണ്ടിരുന്നവനാ. ഈ പദവികളൊക്കെ ലാഭമായിട്ട് പൗലൂസ് കണ്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ലാഭം തന്നെയായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിയപ്പോൾ അതെല്ലാം ഛേദമെന്നുവാനിടയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ധനവും നമ്മുടെ മാനവും നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രാപ്തികളും നമ്മുടെ അറിവും ലോകത്തിൽ മനുഷ്യൻ പ്രാപിച്ചെടുക്കുന്ന എല്ലാം തന്നെ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണാൻ കഴിയാത്തവന് കർത്താവിന്റെ പുറകെ പോകാൻ പറ്റുകയില്ല. അതിന്റെ വിഷയം ഇതെന്തിനീ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെവിടെ കിടന്നുണ്ടോ എഴുതിയ സജിപാസ്? ഫിലിപ്പിയ ലേഖനം നമ്മളിരിക്കുന്ന റൂമിൽ എത്ര ജനലുണ്ട്? 1 2 3 4 അല്ലേ? 7 ജനലൊരു വാതിൽ, 2 വാതിലൊക്കെ. എയർ സർക്കുലേഷൻ എങ്ങനെയൊക്കെയുണ്ട്. ആകെ കൂടി ഒരു കിളിവാതിൽ പോലെ മുകളിൽ ഈ അറേബ്യയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഒരു മണ്ണ് കൊണ്ടുവച്ചൊരു ചെറിയൊരു കെട്ടിടം, ഒരു റൂം 10 12 ഒക്കെ വീതിയൊക്കെ കാണുമായിരിക്കാം. മണ്ണ് കൊണ്ടുപോയി ഒളിച്ചു വെച്ചേക്കുന്നത്. ഇതേപോലെയുള്ള ഒന്നുമില്ല. ആ മുകളിൽ ഒരു കിളിവാതിൽ കിടപ്പുണ്ട്. അതിൽ കൂടി എയർ സർക്കുലേഷൻ വരും. ആ അരണ്ട വെളിച്ചത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാ ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം. മനസ്സിലായോ? ആ ലേഖനം താൻ എഴുതുമ്പോൾ താൻ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വളരെ വലുതാണ്. ആ കഷ്ടതയുടെ തീച്ചൂളിലൂടെയും തൻ്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം താൻ തുറന്നു വെക്കുകയാണ്. ഇത്രയും പദവികൾ ഉണ്ടാകുന്ന എനിക്ക് ലാഭമൊക്കെ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച വാക്യം എണ്ണിയിരിക്കുന്നു. ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ശ്രദ്ധിക്കുന്ന മക്കളെ, വചനത്തിന്റെ ഘടന ശ്രദ്ധിക്കേ. ഒരു വള്ളി പോലും ഒരു പുള്ളി പോലും മാറ്റാൻ പാടില്ല നമുക്ക്. അത് ഛേദമെന്ന് എണ്ണി കഴിഞ്ഞു. ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പദവികളെല്ലാം ഛേദമെന്ന് എണ്ണി. നമ്മളിപ്പോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറേറ്റ് ആകാൻ പോകുന്നത്, റവറന്റ് ആകാൻ പോകുന്നത്, സെൻട്രൽ, ലോക്കൽ, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, കൗൺസിൽ അംഗം. കൗൺസിൽ അംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഞെട്ടിപ്പോകും. എന്നോടൊരു കൊച്ചു ചെറുക്കൻ പറഞ്ഞു, മോനെ പപ്പ എന്നെ എടുക്കുന്നു, പപ്പ ഇപ്പൊ കൗൺസിലിൽ കയറിയിരുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ പറയാം, കൊച്ചിനോട് ഞാൻ പറഞ്ഞു, അതോടെ നിന്റെ അപ്പന്റെ ഇടപാട് കൗൺസിൽ. ഒരു എളിയ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുക, കർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും നായകന്മാരെന്ന് പേരെടുക്കരുത് ഇല്ലേ? മത്തായി 21 വായിച്ചേ. അതൊക്കെ ഒന്ന് വായിച്ചതൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നതാണെങ്കിലും നമുക്ക് പലപ്പോഴും അത് അങ്ങോട്ട് അത്ര കണ്ട് ഗ്രഹിക്കാൻ പറ്റാതെ വരും. ആരെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോഴേ അതിന്റെ ശരിയായ ഇത് കിട്ടത്തുള്ളൂ. അതിന്റെ 8 മുതൽ വായിക്കാം. 23 8 മുതൽ. നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അടുത്ത് എടുക്കരുത്. അടുത്ത് അടുത്ത് അപ്പൊ ഈ റവറൻറ്റും ഡോക്ടറൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയല്ലേ ചെയ്യണ്ടേ? നിങ്ങൾ സഹോദരന്മാരെന്നല്ലേ കർത്താവ് പറഞ്ഞേ? നിങ്ങളെല്ലാം ബ്രദേഴ്സ്. അത് പത്രോസ്, യോഹന്നാനും യാക്കോബിന്റെ കാര്യം അവിടെ പറഞ്ഞു, നമ്മുടെ കാര്യമല്ല. ശരിയാ, അവരെ വേണം ഫോളോ ചെയ്യാൻ. പൗലോസ് എന്താ പറഞ്ഞേ? നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ അല്ലെ? അങ്ങനെ പറഞ്ഞില്ലേ? എന്നെ അനുകരിപ്പിൻ, ഞങ്ങളെ അനുകരിപ്പിൻ.
ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അപ്പൊ അവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, അവരേത് നിലയിൽ പ്രവർത്തിച്ചു, അവരുടെ അവസ്ഥ എന്ത്, അത് തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അത് മാറിക്കിടക്കുകയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഭൂമികൾക്ക് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുക, ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റ് ഉള്ളത് അത് തലകുത്തനെ കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തലകുത്തനെ കിടക്കുക. ഇന്ന് ഇതൊരു ഓർഡറിലേക്ക് കൊണ്ടുവരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവിന് മുമ്പ് സഭ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു കൂട്ടമായി മാറണം. ഇല്ലെങ്കിൽ സഭയ്ക്ക് ഉത്പ്രാവണമില്ല, അല്ലെങ്കിൽ സഭയ്ക്ക് എടുക്കപ്പെടലില്ല, സഭ കൈവിടപ്പെട്ടു പോകും. അതുണ്ടാകരുത്. അതിനായി ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓടിയതും അധ്വാനിച്ചതും വൃഥമായെന്ന് വരരുത്. പൗലോസ് പറഞ്ഞാൽ ഓടിയത് അധ്വാനിച്ചത് വൃഥമായി പോയെന്ന് വരരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 10-25 വർഷമായി. ചില ഭാഷമാർ പറയുന്നത് എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. 86 പേര് ജലസ്നാനത്തിലേക്ക് നടത്താൻ കഴിയും. എന്നോട് ഒരാൾ പറഞ്ഞു, ഭാഷ കൂട്ടിത്താൻ അടിയ ഉടനെ തന്നെ 86 പേരിൽ എത്ര പേര് കൃപയിലുണ്ടെന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. ഈ 86 പേരിൽ എത്ര പേര് ദൈവകൃപ നിലനിൽക്കുന്നു? കാകളം എന്ന് വിളിച്ച് അവർ തന്നെ വരുമോ? അതൊന്നും എനിക്കറിയില്ല. മിണ്ടിപ്പോകരുത്. ആരോടായി പറയുന്നത്? നമ്മൾ എത്ര പേരെ സ്നാനപ്പെടുത്തി, നമ്മൾ എത്ര പേരെ രക്ഷപ്പെടുത്തി, ഇതൊന്നുമല്ല വിഷയം. കാകളം ധ്വനിക്കുമ്പോ നീ ഇവിടുന്ന് പോവോ? നിനക്ക് കിട്ടിയ വിശ്വാസവും പ്രത്യാശയും സന്തോഷവും സമാധാനവും വചന വെളിപ്പാടുകളും ആത്മീക ഉപദേശങ്ങളും അനുസരിച്ചാണോ നിന്റെ ജീവിതം? ഇവിടെ പൗലോസ് പറയുക, ഞാൻ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ദമസ്കോസിന്റെ പടിവാലം, ഡമസ്കാസ് എന്നൊക്കെ പറയും. അതിപ്പോ എവിടെയാ? സിറിയയിലാണ് ആ സ്ഥലം. ആ സിറിയ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളും എല്ലാം ഇപ്പൊ ചോര വീണുകൊണ്ടിരിക്കുക, തീ കത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അവര് വിതച്ച വചനങ്ങളൊന്നും ഫലം കിട്ടാതെ പോയത് കൊണ്ട് ആ ദേശം മുഴുവൻ പിശാച് കയറി മേഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളത് മനസ്സിലാക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്വത്രം. ഏദൻ തോട്ടം എവിടെയായിരുന്നു എന്നാ പറയുന്നത്? ഇറാഖാണെന്ന് പറയുന്നത്. ചിലർ പറഞ്ഞു ഇറാനാണെന്ന് പറയുന്നത്. രണ്ടും കണക്ക് തന്നെ. ചോര വീഴുകയല്ലേ രണ്ട് സ്ഥലത്തും? സ്വസ്ഥതയുണ്ടോ മനുഷ്യന്? പിശാചിന്റെ വിളനിലമായി മാറിയില്ല ഇതൊക്കെ. അപ്പൊ ദൈവപ്രവൃത്തി നടന്ന സ്ഥലങ്ങളൊക്കെ ഇത് സാത്താന്റെ കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയല്ലേ. എന്നിലും നിന്നിലും ഒരു ദൈവപ്രവൃത്തി നടന്നെങ്കിൽ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ദൈവം നിന്നെ നടത്തിയെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിന്റെ വരവുവരെയും കാഹളം ധ്വനിക്കുന്നവരെയും നീ വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിച്ച് ആ രക്ഷാപൂർത്തിയിലേക്ക് പ്രവേശിക്കണം. അതാണ് അവിടുത്തെ വിഷയം. ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണി. അടുത്ത വാക്യത്തിലേക്ക് വരാം. എങ്കിൽ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു എന്നാണ് കേട്ടോ. അടുത്ത 8ാമത്തെ വാക്യം. ഹല്ലേലൂയ. എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. നേരത്തെ എന്തായിരുന്നു? എണ്ണിയിരിക്കും. ഇത് മറന്നുപോലെ. ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കൊടുക്കുമെന്ന് അതല്ലേ? അവിയൽ പോലും ആക്കി കളയും. അവിയൽ തിന്നാൻ നല്ലതാ, വചനം കൂട്ടിക്കൊടിച്ചാൽ കൊള്ളത്തില്ല. അതാ ചേരേണ്ടപടി ചേർത്ത് വെച്ച് പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിയല് പച്ചക്കറികൾ പലത് ചേർന്ന് കഴിയുമ്പോൾ തേങ്ങയൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ വചനം ചേരേണ്ടപടി ചേരാത്ത സ്ഥലത്ത് വെച്ച് പലതും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടുള്ള സഭകൾ നശിച്ചു കിടക്കുന്നേ. ചെയ്യേണ്ടതുപോലെ അത് സിസ്റ്റം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ വേണം വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്കുണ്ടാകേണ്ടത്. ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എൻ്റെ പദവികളെല്ലാം ഞാൻ എണ്ണി. ഇനി ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്കിലും എനിക്ക് ലാഭമാനൊക്കെ ക്രിസ്തുവിന്റെ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല എന്റെ അപ്പൊ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും. അപ്പോ ക്രിസ്തു ശിഷ്യനായി ആത്മീയ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൗലോസ് ആ സമയത്ത് പറയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സകലതും ഛേദമെന്ന് എണ്ണുകയാണ്. എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു കൈമടക്കം കൊടുത്തെന്ന് വരും. അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, അതൊന്നും വിഷയമല്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഉപദേശിച്ച കാര്യം ഞാൻ പറയും. ഉപദേശിമാരെ പൊളിക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി.
നിങ്ങളിവിടെ പുറത്തു കൊള്ളണം കേട്ടോ. എങ്ങാണ്ട് ചെന്നപ്പോൾ ഒരു അമ്മച്ചി 100 രൂപ കയ്യിൽ വെച്ചു. അമ്മച്ചിയുടെ കാശില്ലായിരുന്നു. അമ്മച്ചി കിടന്ന് ചക്രശ്വാസം പുള്ളി അവിടെ പാസ് വന്നത്. ഈ പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തുറന്നു നോക്കി, അമ്മച്ചി ഇത്രയും നേരം ഞാൻ കിടന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് 100 രൂപയാണ് അമ്മച്ചി. ഈ വാക്യം കൂടെ ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചേ. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിയപ്പോൾ എനിക്കുണ്ടായ 7 പദവികളെ ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇനി 8-ാം വാക്യം വായിച്ചേ. ഞാൻ അല്ലല്ലോ 8-ാം വാക്യം അത്രയുമല്ല. അപ്പൊ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്റെ ഉള്ളിലോട്ട് അങ്ങ് വന്ന് കയറിയപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോഴും എല്ലാം ചേർന്നു. സാധാരണ ഒരു പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടിയാലും ദേവസുതൻ പശുശാലയിൽ അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭാവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകാരുണയിൽ ധനമാഹാത്മ്യം വർണ്ണ്യമോ. പാട്ട് പാടിയാൽ ഞാൻ ഇവിടെ നിൽക്കില്ല, പാട്ടിലോട്ടങ്ങ് പോകും. അപ്പൊ പശുത്തൊട്ടിയില് വഴിയമ്പലത്തിൽ പിറന്നു വീണ യേശു ഈടില്ലാഞ്ഞിട്ട് പശുത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി. പശുത്തൊട്ടിയിലെല്ലാം പെർഫ്യൂം അടിച്ചു വെച്ചേക്കാണ്, ജോയി പെർഫ്യൂം. ആ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ രക്ഷാനായകൻ അവിടെ കിടന്നെന്ന് പറഞ്ഞാൽ ഇന്നൊരു പാസ്റ്റിന് കിടക്കാൻ എത്ര രൂപയുടെ വീട് വേണം? സുവിശേഷ വേല ചെയ്ത് കാശുണ്ടാക്കുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാത്തവരുടെ കാര്യമില്ല. കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമല് കൊടുത്ത് ചുമല് തേഞ്ഞ് പോയ ഭക്തന്മാരുടെ കാര്യം. അവർക്ക് എത്ര വേണം? 11 കോടിയുടെ വീടല്ലേ? എത്ര വേണം? 10 കോടിയുടെ വീടല്ലേ വേണേ? ഇവിടെ UK വേണം, KK വേണം, എല്ലായിടത്തും വീട് വേണം അല്ലേ? അവിടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കണം അല്ലേ? പിന്നെ ഇവിടെ ഒന്നും പഠിച്ചാൽ പറ്റത്തില്ലേ? ആരെയാ പ്രസംഗിക്കുന്നേ എന്ന് പറഞ്ഞേ? ക്രിസ്തുവിനെ. എവിടെയാ പറന്നു വീണത്? തലമറന്നേക്ക് ആത്മീയ ഗോളമേറ്റ്. ഞാനൊരു കർത്താവിന്റെ ദാസനാണെങ്കിൽ കർത്താവിന്റെ വേല ചെയ്ത് 1 രൂപ സമ്പാദിക്കാൻ വ്യവസ്ഥയില്ല പുസ്തകത്തിൽ. എന്നതാണ് നടക്കുന്നത്. ഇവിടെ എന്താ പൗലോസ് പറയുന്നത് ചിന്തിക്കേ? ലാഭമായതൊക്കെ ഛേദമെന്നുണ്ടി, 7 പദവികൾ ഛേദമെന്നുണ്ടി. അത് കഴിഞ്ഞ് 8-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ, എന്തെങ്കിലും ലഭിച്ചാൽ അതും ഛേദമെന്ന് നോക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഫിലിപ്പിയ ലേഖനം പ്രസംഗിക്കാനായിട്ട് ഉള്ളിൽ പ്രേരണ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചാൽ സംസാരിക്കണോ? അപ്പൊ 2 മാസന്മാരും ഓരോ വാക്യങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ എന്ന് പറയണം. അതാ ദൈവഹിതം. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് നിങ്ങൾക്കുള്ള ദൂതാണ്. ഒരു കർത്താവിന്റെ ദാസന്റെ ജീവിതം കർത്താവിനെ പോലെ ആയിരുന്നു. കർത്താവിന് എന്തായിരുന്നു? പറഞ്ഞു വിടാൻ വീടില്ലായിരുന്നു. എല്ലാവരും വീട് വെച്ചോ, കുഴപ്പമില്ലെന്നേ. നമ്മൾ നാടൻ ഭാഷ പറയാറില്ലേ? ഒരു പാസ്റ്റർ ഒരു വീട് വെക്കുമ്പോൾ, ഒരു സുവിശേഷങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ. 10 കോടിയിലെയും 15 കോടിയിലെയും വീട് കിടന്നുകൊണ്ട് യേശു നിന്നെ രക്ഷിക്കും. അതിങ്ങനെ പറയാതെ അറിയാം, നമുക്കറിയാം യേശു രക്ഷിക്കുന്നതാണ്. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ആൾക്കാർ പറയും. നമ്മൾ അവനിരിക്കുന്നത് പോലെ നമ്മൾ ഈ ഭൂമി ഇരിക്കുന്നത്. അവരുടെ ലേഖനത്തിലുള്ള ഭാഷ, അവൻ ഈ ഭൂമിയിൽ ഇരിക്കുന്ന പോലെ നമ്മളും കർത്താവ് ജീവിച്ച പോലെ നമ്മൾ ജീവിക്കണമെന്ന്. ഒരു സുവിശേഷകൻ, ഒരു വേലക്കാരൻ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കണം. അവർ വീട് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കണം. അവർ കാറ് വാങ്ങിയാൽ അതിനനുസരിച്ചായിരിക്കണം. മുരളീധരൻ എന്നുള്ളൊരു പാസ്റ്ററുണ്ട്, നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അനുഗ്രഹീതനായ ഒരു ദൈവവൃത്യൻ. അദ്ദേഹം പറഞ്ഞൊരു കഥ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഡോക്ടർ മുരളീധരൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു കൂട്ടുമാസ്റ്ററുണ്ട്. കൂട്ടുമാസം എന്നല്ല, പുള്ളിയുടെ മാത്രമായിരുന്നു പുള്ളി. ഒരു പുതിയ കാറ് കണ്ടു കഴിഞ്ഞാൽ 15-20 ലക്ഷം രൂപയാണെങ്കിൽ അതങ്ങോട്ട് മേടിക്കും. മേടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുതിയ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ, പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാം? അതങ്ങ് മേടിക്കുക. അത് മേടിച്ചൊരു 1.5 വർഷം കഴിയുമ്പോൾ അതേ ബ്രാൻഡ്, ഇപ്പോൾ
ഒരെണ്ണം എടുക്കുന്നില്ല. ഈ എന്താണ് ഈ ചെറിയ മാരുതിയുടെ വണ്ടിയുണ്ടല്ലോ, ഓരോ നാനോ മാരുതി ഓൾട്ടോ തന്നെ എത്രയൊക്കെ ഉണ്ട്. ഓൾട്ടോ ക്യാപ്റ്റൻ, ഓൾട്ടോ ന്യൂ ഓൾട്ടോ. അപ്പൊ ഇങ്ങനെ പുതിയത് ഇറങ്ങുമ്പോ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളിയുടെ ശുശ്രൂഷ കാറ് വാങ്ങല. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിത് ഭയങ്കര സങ്കടം കൊണ്ടായി പറയുന്നത്, ദേഷ്യം കൊണ്ടല്ല, സങ്കടമായി. ഈ 2 വർഷം 1 വർഷം കൂടുമ്പോൾ കാറ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഉപദേശിയെ കൊണ്ട് വിശ്വാസിക്ക് എന്ത് കിട്ടാൻ? പൗലോസ് പറയുക, എൻ്റെ പദവികളെല്ലാം ഞാൻ ഛേദമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പോർക്കളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്തുകൊണ്ട് പൗലോസ് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുമ്പോൾ എന്തെങ്കിലും ലഭിച്ചാൽ അതും ഛേദമെന്നെണ്ണിക്കൊണ്ട് പോവുക. അത് കിട്ടിയാലായി, കിട്ടിയില്ലായി, അതൊന്നും ഒരു വിഷയമില്ല. എനിക്ക് ക്രൂശിനെ ഉയർത്തണം. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സഹോദരന്മാരെ നിങ്ങളുടെ വന്നപ്പോൾ ജ്ഞാനത്തിന്റെയോ വചനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയും നിങ്ങളുടെ വന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ന്റെ 1. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞോണ്ട് അൻവാണിക്ക് ആ വാക്യൊന്നും വായിക്കും. ക്രിസ്തുവിനെ കുറിച്ച് മാത്രം വായിച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ന്റെ 1-2 വാക്യം. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ സഹോദരന്മാരെ നിങ്ങളുടെ വൈഭവം കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ. ഈ ഫിലിപ്പിയിലേക്ക് എഴുതിയ പൗലോസ് പറയാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട. നമുക്കിപ്പോ എന്ത് വേണം? നമുക്ക് ഉമ്മൻചാണ്ടിയുടെ കസേര വേണം. വന്നു വന്നാ കോലത്തിലായില്ലേ? ആയോ ഇല്ലയോ? നമുക്ക് MLA ആകണം. നമുക്ക് രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കണം. അപ്പൊ ഞാനതിന് കൊടുത്ത വ്യാഖ്യാനം നിങ്ങൾ കേട്ടാൽ ഞെട്ടും, പേടിക്കരുത്. രാഷ്ട്രീയത്തിൽ വന്ന കാശ് ഇഷ്ടം പോലെ കിട്ടും. ഇതൊന്നുമല്ല കളി. ഈ പുള്ളികൾ അതിനാ കിടന്ന് അക്രമണം കാണിക്കുന്നേ, മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഒരു പിടി പണം വാരാം, കൊയ്തെടുക്കാം. ഹാർവസ്റ്റ്, കൊയ്ത്ത്. എന്തിനാണാവോ ഇതിന്റെ പുറപ്പാട്? പൗലോസ് എന്താ പറയുന്നത്? എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണം. അറിവ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴായി ഫിലിപ്പിയർ 1:8 എഴുതി വെച്ചത്, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്നെണ്ണുന്നു. ലാഭമായിട്ട് എന്തെങ്കിലും കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന സുവിശേഷ വേലക്കാരെ ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നീ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് കൂട്ടിവെച്ച് അച്ഛന്റെ പേരിലും മക്കളുടെ പേരിലും കൂട്ടിവെച്ച് വീടാക്കി വയലാക്കി തോട്ടങ്ങളാക്കി വെച്ചാൽ നിനക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തില്ല. നീ അത് ഛേദമെന്ന് എണ്ണണം, പൗലോസിനെ പോലെ. എന്നിനെ കുറവുള്ളത് നിങ്ങൾ വിടരുതെന്നാണ് എൻ്റെ ചോദ്യം. എന്നെ കുറിച്ച് അന്വേഷിക്കണം, സെർച്ച് ചെയ്യണം. സാമ്പാസ് കാറി പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇയാളുടെ പോക്ക് എങ്ങനെയാണ് ചിന്തിക്കണം, അന്വേഷിക്കണം. എൻ്റെ നമ്പറുണ്ട്, എൻ്റെ വീടുണ്ട്, പരിസരത്തൊക്കെ വന്ന് അന്വേഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് താമസിക്കാൻ ഒരു വീട് പോരെ, നമുക്ക് പോകാൻ ഒരു കാർ പോരെ. ഇവിടുത്തെ വമിച്ച പാസിന് ഒരു 800 കണ്ടിട്ട് ഞാൻ തന്നെ കളിയാകും, പാതി ഇത് കൊടുത്തിട്ട് വേറെ വണ്ടി ഇല്ല. ആരെ കാണിക്കാനാണ് എൻ്റെ ചോദ്യം? ആരെയെ കാണിക്കണേ? ഹല്ലേലൂയ. അയൽവക്കത്തെ വീട്ടില്, വിശ്വാസികളുടെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. അയൽവക്കക്കാരൻ ഒരു ന്യൂ വാഗനാർ മേടിച്ചു കഴിഞ്ഞാൽ ഓൾഡ് വാഗനാറുള്ള പാസ്റ്റുള്ള ഭാര്യ ഉടനെ യുദ്ധം തുടങ്ങുന്നു. അച്ഛൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ അത് പുതിയത് ഇറങ്ങിയുണ്ട്, ഇത് കൊടുത്തിട്ട് പുതിയത് മേടിക്കും. ഒത്തിരി ഫീസ് കൊടുത്തിട്ടില്ല. BSc നഴ്സിംഗിന് പഠിപ്പിച്ച ഫീസ് മുടങ്ങി കിടക്കുക. അതിനിടയ്ക്കാണ് ഈ അംഗം. ഇതൊക്കെ നിർത്തണം. പൗലോസ് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. നരികന്മാരാകാൻ ആഗ്രഹിക്കുന്ന പരീക്ഷയിൽ കണിയിൽ കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകാനിട വരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കിരയായി തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്ക് മൂലമല്ലോ, ഇത് വിട്ടോടണം.
സുവിശേഷ വേല ചെയ്ത് കാശുണ്ടാക്കാൻ പ്രമാണമില്ല, വ്യവസ്ഥയില്ല. അത് വെച്ച് വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി സുഖിക്കാൻ 1, 2, 3 രാജ്യങ്ങളിൽ വീടുകളും കാറുകളും വാങ്ങിയിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന സൂഹ്യന്മാരോട് എനിക്ക് സങ്കടമേ ഉള്ളൂ. അവരെ ഓർത്ത് ഞാൻ കരയുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ശേഷം നിമിത്തം ഞാൻ എല്ലാം ചപ്പന്നും ചവറന്നു വീണു. ഇതിനോടനുബന്ധിച്ച് ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, 2 പത്രോസ് 2:20 ഒന്ന് വായിച്ചേ. 2 പത്രോസ് 2:20. ഇതേ സമാനമായ ഒരു വിഷയം അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ.